നമസ്കാരം. KFC KBM ക്ലാസ്സുകളിലെ 40ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. കൂടുതൽ പറയേണ്ടതില്ല, നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: എല്ലാ പാർട്ട് 2 സ്കീമുകളും ആദ്യം പരിശോധിക്കുന്നത് ആരാണ്? നമുക്കറിയാം, പാർട്ട് 2 സ്കീമുകൾ എന്ന് പറയുന്നത് പുതിയ പദ്ധതികളും പരിപാടികളും ഒക്കെയാണ്. ബജറ്റിൽ വരുന്ന പുതിയ പദ്ധതികളാണ് ശരിക്കും പാർട്ട് 2 സ്കീമിൽ വരുന്നത്. അത് ആദ്യം പരിശോധിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. നമ്മൾ ഒരിക്കൽ പറഞ്ഞ ചോദ്യമാണെന്ന് തോന്നുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് പരിശോധിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി ബജറ്റ് തയ്യാറാക്കൽ എന്നത് 4 ബജറ്റ് ഘട്ടങ്ങളിലെ ആദ്യത്തേതും പൂർണ്ണമായ പ്രവർത്തനം ബജറ്റ് തയ്യാറാക്കൽ എന്നത് ശരിക്കും 4 ബജറ്റ് ഘട്ടങ്ങളിലെ ആദ്യത്തേതും പൂർണ്ണമായും ഡാഷ് പ്രവർത്തനവുമാണ്. അതായത് എക്സിക്യൂട്ടീവ് പ്രവർത്തനവുമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നിർവഹണപരമായതുമായിരിക്കണം. അടുത്ത ചോദ്യം: ഓരോ ഡിസ്ബേഴ്സിംഗ് ഓഫീസറും ചെലവുകൾക്കും ബാധ്യതകൾക്കുമായി ഒരു രജിസ്റ്റർ സൂക്ഷിക്കേണ്ട ഫോം ഉണ്ട്. ഓരോ ഡിസ്ബേഴ്സിംഗ് ഓഫീസറും ചെലവുകൾക്കും ബാധ്യതകൾക്കുമായി സൂക്ഷിക്കേണ്ട KBMലെ ഫോം ഏതാണെന്നാണ് ചോദ്യം. രജിസ്റ്റർ അത് ഫോർമാറ്റ് ആണ്. KBM 12 ആണ്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ 4 ബജറ്റ് ഘട്ടങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? താഴെ പറയുന്നവയിൽ 4 ബജറ്റ് ഘട്ടങ്ങളിൽ ആദ്യത്തേത് ഏതാണ് എന്നാണ് ചോദ്യം. പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ആണ് ആദ്യത്തെ ഘട്ടം. പ്രിപ്പറേഷൻ ഓഫ് ദി ബഡ്ജറ്റ്. അടുത്ത ചോദ്യം: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പുതിയ പ്രവൃത്തികൾക്കായിട്ടുള്ള വായ്പാ നിർദ്ദേശങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പുതിയ പ്രവൃത്തികൾക്കായിട്ടുള്ള വായ്പാ നിർദ്ദേശം ഏത് സ്കീമുകളായിട്ട് കണക്കാക്കണം? അപ്പോൾ ലോക്കൽ ബോഡീസിന്റെ പുതിയ പ്രവൃത്തിക്കുള്ള വായ്പാ നിർദ്ദേശങ്ങൾ പാർട്ട് 2-ൽ തന്നെ കണക്കാക്കണമെന്നാണ് ഉത്തരം. പാർട്ട് 2 ആയി കണക്കാക്കണം. അടുത്ത ചോദ്യം: റിവൈസ്ഡ് ബഡ്ജറ്റ് എസ്റ്റിമേഷൻ. റിവൈസ്ഡ് ബഡ്ജറ്റ് എസ്റ്റിമേഷൻ തയ്യാറാക്കുന്നത് എവിടെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? KBMൽ. KBM എന്ന് പറയുന്നത് കേരള ബഡ്ജറ്റ് മാനുവലിൽ എവിടെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. റിവൈസ്ഡ് ബഡ്ജറ്റ് എസ്റ്റിമേഷൻ അത് പാര 20 ആണ്. KBMലെ പാര 20 KBM. അടുത്ത ചോദ്യം: എസ്റ്റിമേറ്റ് ആണ് അടുത്ത വർഷത്തെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് ഏറ്റവും നല്ല മാർഗനിർദ്ദേശം. അത് ഏത് തരം എസ്റ്റിമേറ്റ് ആണ്? ഡാഷ് എസ്റ്റിമേറ്റ് ആണ്. ചോദ്യം ഒരിക്കൽ കൂടി: ഡാഷ് എസ്റ്റിമേറ്റ് ആണ് അടുത്ത വർഷത്തെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗനിർദ്ദേശം. എന്താണ്? റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണ്. ആൻസർ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. അടുത്ത ചോദ്യം: നിലവിലെ വർഷത്തെ ചെലവിനായിട്ടുള്ള റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എങ്ങനെ കണക്കാക്കാം? നിലവിലെ വർഷത്തെ ചെലവിനായിട്ടുള്ള റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എങ്ങനെ കണക്കാക്കണം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിലവിലെ വർഷത്തെ ആദ്യ 5 മാസത്തെ യഥാർത്ഥ കണക്കുകൾ മുൻ വർഷത്തെ അവസാനത്തെ 7 മാസത്തെ യഥാർത്ഥ കണക്കുകളോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ആണ് ഇത് ചെയ്യുന്നത്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതായത് നിലവിലെ ആദ്യത്തെ 5 മാസത്തെ യഥാർത്ഥ കണക്ക് നോക്കും, പിന്നെ തലേ വർഷത്തെ അവസാന 7 മാസത്തെ യഥാർത്ഥ കണക്കുകളോടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടിട്ടാണ് ശരിക്കും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. ഇനി അടുത്ത ചോദ്യം: റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആരുടെ അറിവിലേക്കാണ് തയ്യാറാക്കുന്നത്? അത് എക്സിക്യൂട്ടീവിന്റെ അറിവിലേക്കാണ്. അതായത് നിർവഹണ വിഭാഗം എന്നാണ് എക്സിക്യൂട്ടീവിന്റെ മലയാളം. ആ എക്സിക്യൂട്ടീവിന്റെ അറിവിലേക്കാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. അടുത്ത ചോദ്യം: ഡിക്രിറ്റൽ ക്ലെയിം. ഡിക്രിറ്റൽ ക്ലെയിം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അതായത്
കോടതി ഉത്തരവുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്ലെയിം എന്നാണ് ഡിക്രീറ്റൽ ക്ലെയിം എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോടതി ഉത്തരവുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്ലെയിം. അടുത്ത ചോദ്യം, മാർച്ച് മാസത്തെ ശമ്പളത്തിനായുള്ള തുക ഏത് വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റിലാണ് ഉൾപ്പെടുത്തേണ്ടത്? ഇപ്പൊ മാർച്ച് മാസത്തെ ശമ്പളത്തിനായിട്ടുള്ള തുക എന്ന് പറയുന്നത് സാധാരണഗതി നമുക്കറിയാലോ, അത് ഏപ്രിലാണ് കിട്ടുക. മാർച്ച് മാസത്തെ ശമ്പളത്തിനുള്ള തുക, ശമ്പളം ഏപ്രിലാണ് കിട്ടുക. അപ്പോൾ അത് ഏത് വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റിൽ എന്ന് ചോദിച്ചാൽ അടുത്ത വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റിൽ നോക്കേണ്ടതുള്ളൂ. അടുത്ത ചോദ്യം, ബജറ്റിലെ ഓരോ ഹെഡിന് കീഴിലും ഉൾപ്പെടുത്തിയിട്ടുള്ള വിവിധ വരുമാനങ്ങളുടെയും ചെലവുകളുടെയും, അതായത് റെസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ, സ്വഭാവം സൂചിപ്പിക്കുന്നത് ഏതാണ്? അതിനാണ് നമ്മൾ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. ബജറ്റിലെ ഓരോ ഹെഡിന് കീഴിലും ഉൾപ്പെടുത്തിയിട്ടുള്ള വിവിധ റെസീറ്റുകളുടെയും വരുമാനത്തിൻ്റെയും ചെലവുകളുടെയും എക്സ്പെൻഡിച്ചർ സ്വഭാവം സൂചിപ്പിക്കുന്നത് അത് എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടമാണ്. അടുത്ത ചോദ്യം, KBMൽ ഏത് ഖണ്ഡികകളാണ് എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അതിന്റെ ആൻസർ 30, 51, 2 ഇതാണ്. അടുത്ത ചോദ്യം, ബജറ്റിലെ ഓരോ ഹെഡിന് കീഴിലുള്ള, അത് വീണ്ടും അതേ ചോദ്യം തന്നെ വന്നിരിക്കുന്നു. ബജറ്റ് മാനുവൽ ഫോം 11 എന്തിനാണ് നിശ്ചയിച്ചിട്ടുള്ളത്? ഫോം 11, KBMലെ ഫോം 11, അത് ഇളവുള്ള നിരക്കിൽ വാടകയ്ക്ക് നൽകിയ സർക്കാർ സ്വത്തുക്കളുടെ വിവരങ്ങളാണ് ഫോം 11-ലുള്ളത്. ഇളവുള്ള നിരക്കില് വാടകയ്ക്ക് നൽകിയ സർക്കാർ സ്വത്തുക്കളുടെ വിവരങ്ങളാണ് KBM ഫോം 11-ലുണ്ടാവും. അടുത്ത ചോദ്യം, വകുപ്പ് മേധാവി, അതായത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ്? എത്ര കോപ്പി ആയിട്ടാണെന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. വകുപ്പ് മേധാവി എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇൻ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ 2 പകർപ്പുകളായിട്ട്, അല്ലെ 2 കോപ്പികളായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കോർപ്പറേഷൻ നികുതി ഒഴികെയുള്ള വരുമാന നികുതി എന്ന വരുമാന ഹെഡിലേക്കുള്ള എസ്റ്റിമേറ്റിംഗ് ഓഫീസർ ആരാണ്? കോർപ്പറേഷൻ നികുതി ഒഴികെയുള്ള ടാക്സസ് ഓൺ ഇൻകം അതർ ദാൻ കോർപ്പറേഷൻ ടാക്സ്, അങ്ങനെയാണ്. ടാക്സസ് ഓൺ ഇൻകം അതർ ദാൻ കോർപ്പറേഷൻ ടാക്സ്, അതായത് കോർപ്പറേഷൻ നികുതി ഒഴികെയുള്ള വരുമാന നികുതി എന്ന ഹെഡിലേക്കുള്ള എസ്റ്റിമേറ്റിംഗ് ഓഫീസർ ആരാണ്? അതിന്റെ ആൻസർ, ആ എസ്റ്റിമേറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ധനകാര്യ വകുപ്പ് തന്നെയാണ്. അടുത്ത ചോദ്യം, ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഏതിനത്തെയാണ് സ്കീമുകളായി പരിഗണിക്കാത്തത്? താഴെ പറയുന്നവയിലാണ് അത് ചോദിച്ചിരിക്കുന്നത്. അതിലിവിടെ ആൻസർ, സ്കീമുകൾ എന്ന് പറയുന്ന പദ്ധതികളാണ് ഉദ്ദേശിക്കുന്നത്. അത് കേടുപാടുകൾ സംഭവിച്ച യന്ത്രങ്ങൾ പുതുക്കുന്നതിനുള്ള വ്യവസ്ഥ ആണ് ഇവിടെ സ്കീമുകളായി പരിഗണിക്കാത്തത്. ഈ ആൻസറിൽ നമുക്കറിയാം, നമ്മൾ അതിന് എന്ത് മനസ്സിലാക്കി വെച്ചാൽ മതി? സ്കീമുകൾ എന്ന് പറയുന്നത് പുതിയ പദ്ധതികളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കേടുപാട് സംഭവിച്ച യന്ത്രങ്ങൾ പുതുക്കുന്നതിനുള്ള വ്യവസ്ഥ ഏതിൽ വരുന്നില്ല? സ്കീമുകളിൽ, ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഉള്ള സ്കീമുകളിൽ വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, ഒരു സ്ഥാപനത്തിന്റെ ആവർത്തനപരവും എന്ന് വെച്ചാൽ റെക്കറിങ് അല്ലാത്തതുമായിട്ടുള്ള, നോൺ റെക്കറിങ് ആയിട്ടുമുള്ള ചെലവുകൾ നികത്തുന്നതിനായി സർക്കാർ നൽകുന്ന തുക ഏതാണ്? ഇത് ഓഡിറ്റിങ്ങിന് വിധേയമല്ലേ ആയിട്ടുള്ള തുക, ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടുള്ള ഈ തുക ഏതാണെന്നാണ് ചോദ്യം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത്. ഗ്രാന്റ് ഇൻ എയ്ഡ്, അതായത് സഹായധനം. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനുള്ള ഗ്രാന്റ് അനുവദിക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനിലുള്ള ഗ്രാന്റ് അനുവദിക്കുന്നത് ആൻസർ സഹകരണ സംഘം രജിസ്ട്രാർ ആണ്. രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്ത ചോദ്യം, ഡിപ്പാർട്ട്മെന്റൽ എസ്റ്റിമേറ്റിംഗ് ഓഫീസർമാർ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്?
നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിന്റെ മറ്റൊരു രൂപമാണ്. ഡിപ്പാർട്ട്മെന്റൽ എസ്റ്റിമേറ്റിംഗ് ഓഫീസർമാര് തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്? അത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനാണ് അയച്ചു കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഈടാക്കുന്ന ചെലവുകളുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റിന് ഒരു ഉദാഹരണം പറയാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ താഴെ പറയുന്ന ആൻസർ തന്നിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഈടാക്കുന്ന ചെലവുകളുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ്. ഇപ്പൊ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്ന ഒരു എസ്റ്റിമേറ്റ് ആണ് നമ്മൾ ഗവർണറുമായി ബന്ധപ്പെട്ട ചെലവുകളുടെ എസ്റ്റിമേറ്റ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. അടുത്ത ചോദ്യം, ഡിപ്പാർട്ട്മെന്റ് എസ്റ്റിമേറ്റ് പരിശോധിക്കുന്നതിനായി മുൻ വർഷത്തെ യഥാർത്ഥ കണക്കുകളും നടപ്പ് വർഷത്തെ ആദ്യ 5 മാസത്തെ കണക്കുകളും ധനകാര്യ വകുപ്പ് ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്? അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു, നടപ്പ് വർഷത്തെ ആദ്യ 5 മാസവും കഴിഞ്ഞ വർഷത്തെ 7 മാസവും കൂടെ കൂട്ടിയിട്ടാണ് ഇത് ഈ ഡിപ്പാർട്ട്മെന്റ് എസ്റ്റിമേറ്റ് പരിശോധിക്കുന്നത്. അതിനുള്ള കണക്കുകൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നതെന്നാണ് ചോദ്യം. അത് അക്കൗണ്ടന്റ് ജനറലിൽ നിന്നാണ്. അക്കൗണ്ടന്റ് ജനറലിൽ നിന്നാണ് അത് സ്വീകരിക്കുന്നത്. അടുത്ത ചോദ്യം, ബജറ്റ് രേഖകൾ തയ്യാറാക്കുന്നതിനെ കുറിച്ച് KBMലെ ഏത് ഖണ്ഡികയിലാണ്, ഏത് പാരയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പാര KBM 51 ബജറ്റ് രേഖകൾ തയ്യാറാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, ബജറ്റ് വീണ്ടും അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതുകൊണ്ട് പറയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർക്കാരിന്റെ ആസ്തികളും ബാധ്യതകളും അസറ്റും ലയബിലിറ്റീസും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തിനോടൊപ്പമാണ് ചേർത്തിരിക്കുന്നത്? അതായത് സർക്കാരിന്റെ ആസ്തിയും കാണിക്കും ബാധ്യതയും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ചേർത്തിരിക്കുന്നത് എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടത്തിനോടൊപ്പമാണ്. എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടത്തിനോടൊപ്പമാണ്. അടുത്ത ചോദ്യം, സർക്കാരിന്റെ ആസ്തികളും ബാധ്യതകളും ബജറ്റിലെ ഏത് രേഖയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? വീണ്ടും അതേ ചോദ്യമാണ്. ബജറ്റിന്മേലുള്ള എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടത്തിലാണ് സർക്കാരിന്റെ ആസ്തികളും ബാധ്യതകളും രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, പ്ലാന് നോൺ പ്ലാൻ ചെലവുകളുടെ മേജർ ഹെഡ് തിരിച്ചുള്ള താരതമ്യ സ്റ്റേറ്റ്മെന്റ് ബജറ്റിലെ ഏത് രേഖയിലാണ് നൽകിയിരിക്കുന്നത്? പ്ലാന് നോൺ പ്ലാൻ ചെലവുകളുടെ മേജർ ഹെഡ് തിരിച്ചിട്ടുള്ള കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അതും നൽകിയിരിക്കുന്നത് ആൻസർ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടത്തിലാണ്. അടുത്ത ചോദ്യം, ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്, അത് പ്രകാരം മാത്രമേ ഗ്രാന്റിനായിട്ടുള്ള ഡിമാൻഡ് ഉന്നയിക്കാൻ കഴിയും? അഥവാ ഡിമാൻഡ് ഫോർ ഗ്രാന്റ് ആരുടെ ശുപാർശ പ്രകാരം മാത്രമേ ഉന്നയിക്കാൻ കഴിയൂ? അത് ഗവർണറുടെ ശുപാർശ പ്രകാരം മാത്രമേ ഡിമാൻഡ് ഫോർ ഗ്രാന്റ് ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഡിമാൻഡ് ഫോർ ഗ്രാന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അത് മൊത്തം ചെലവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡിമാൻഡ് ഫോർ ഗ്രാന്റ് എന്ന് പറയുന്നത് മൊത്തം ചെലവിന് വേണ്ടിയിട്ടുള്ളതാണ്, അതായത് ഗ്രോസ് എക്സ്പെൻഡിച്ചർ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഈടാക്കാത്ത ചെലവുകളുടെ എസ്റ്റിമേറ്റുകൾ നിയമസഭയിൽ സമർപ്പിക്കുന്നത് ഏത് രൂപത്തിലാണ്? സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഈടാക്കാത്ത എന്ന് പറഞ്ഞാൽ നോട്ട് ചാർജ്ഡ് ചെലവുകളുടെ എസ്റ്റിമേറ്റുകൾ നിയമസഭയിൽ സമർപ്പിക്കുന്നത് ഏത് രൂപത്തിലാണ്? ആ ചെലവുകളുടെ എസ്റ്റിമേറ്റിനാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഡിമാൻഡ്സ് ഫോർ ഗ്രാന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ഗ്രാന്റുകൾക്കായിട്ടുള്ള അപേക്ഷകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് പാർട്ട് 2 എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്? ഇപ്പോ പാർട്ട് 2 എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാലോ. പാർട്ട് 2 എന്ന് പറയുന്നത് എല്ലാം പുതിയതാണ്. പുതിയ പദ്ധതികൾ, പുതിയ തസ്തികകൾ ചേർക്കുക, പുതിയ കേഡർ തസ്തികകൾ വരിക, ഇതൊക്കെ
പാർട്ട് 2ലുള്ള ചെലവുകളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ആൻസർ ഉണ്ട്. പാർട്ട് 2 എന്ന് പറയുമ്പം പുതിയതായിരിക്കണം. പുതിയ ബിൽഡിങ്, പുതിയ കെട്ടിടങ്ങൾ, പുതിയ പാലങ്ങൾ, പുതിയ റോഡുകൾ, പുതിയ തസ്തികകൾ, ഇതൊക്കെ പാർട്ട് 2ലാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? സർവീസുകളിലെ അല്ലെങ്കിൽ തസ്തികകളിലെ കേഡറിലേക്ക് പുതിയ തസ്തികകൾ ചേർക്കുന്നതിനുള്ള നിർദ്ദേശം എന്ന ആൻസർ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ആൻസർ. പുതിയ തസ്തികകൾ ചേർക്കുന്നതിനുള്ള നിർദ്ദേശം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ ഏജൻസി സബ്ജക്റ്റ്? ഏജൻസി സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അതിന്റെ ആൻസർ, സബ്ജക്റ്റ് അഡ്മിനിസ്ട്രേഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ ബിഹാഫ് ഓഫ് യൂണിയൻ ഗവൺമെന്റ്. അതായത് കേന്ദ്ര സർക്കാരിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന വിഷയങ്ങളാണ് ഈ ഏജൻസി സബ്ജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പൊ ഏജൻസി സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോ പറഞ്ഞു, കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നിർവഹിക്കുന്ന വിഷയങ്ങളാണ് ശരിക്കും ഏജൻസി സബ്ജക്റ്റ്. അതൊന്ന് മനസ്സിലാക്കി വെക്കണം എല്ലാവരും കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അതായത് ഈ ഏജൻസി സബ്ജക്റ്റിൽ വരുന്ന ഒരു വിദേശികളുടെ രജിസ്ട്രേഷൻ, അത് കേന്ദ്രത്തിന് വേണ്ടി സംസ്ഥാനം ചെയ്യുന്നതാണ്. വിദേശികളെ അവരുടെ വിദേശികളുടെ രജിസ്ട്രേഷനും ഉണ്ട്, അവരുടെ നിരീക്ഷണവും ഉണ്ട് അവരെ. മറ്റൊന്ന് വിദേശികളെ നാടുകടത്തൽ. മറ്റൊന്ന് കേന്ദ്ര വരുമാനത്തിൽ നിന്നുള്ള പൊളിറ്റിക്കൽ പെൻഷൻ വിതരണം. ഇതൊക്കെ നമ്മൾ ഏതിൽ വരുന്നതാണ്? ഈ ഏജൻസി സബ്ജക്റ്റ് എന്ന ഇതിൽ വരുന്നതാണ്. അതായത് കേന്ദ്ര സർക്കാരിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിർവഹിക്കുന്ന വിഷയങ്ങൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഏജൻസി സബ്ജക്റ്റ് അല്ലാത്തത്? ഇവിടെ ഏജൻസി സബ്ജക്റ്റ് അല്ലാത്തതെന്ന് പറയണമെങ്കിൽ നമ്മളത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടതായിരിക്കരുത്. കേന്ദ്രം നിർവഹിക്കുന്ന വിഷയങ്ങൾ ആയിരിക്കരുത്. അതിൽ കാണുന്ന ഒരു ഉത്തരം സിമ്പിളായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാം. അവിടെ പറഞ്ഞത് പിന്നെ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ടുള്ള തുക, പേയ്മെന്റ് ഫോർ ദി മെയിൻ്റനൻസ് ഓഫ് വില്ലേജ് റോഡ്. ഗ്രാമത്തിലെ റോഡുകൾ നന്നാക്കുന്നത് ഒരിക്കലും കേന്ദ്രം നിർവഹിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു ഏജൻസി സബ്ജക്റ്റ് എന്ന വിഭാഗത്തിൽ വരുന്നില്ല. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, പെർഫോമൻസ് ബഡ്ജറ്റിന് എത്ര ഭാഗങ്ങളുണ്ട്? പെർഫോമൻസ് ബഡ്ജറ്റിന് 3 ഭാഗങ്ങളാണുള്ളത്. അടുത്ത ചോദ്യം, സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സാമ്പത്തികമായും ഭൗതികമായും അവതരിപ്പിക്കുന്നത് എന്താണ്? അതാണ് ശരിക്കും പെർഫോമൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സാമ്പത്തികമായും ഭൗതികമായും അവതരിപ്പിക്കുന്നതാണ് പെർഫോമൻസ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി പെർഫോമൻസ് ബഡ്ജറ്റ് KBMലെ എവിടെയാണ് പരാമർശിച്ചിട്ടുള്ളത്? അത് KBMലെ പാര 53ലാണ്. പാര 53. അടുത്ത ചോദ്യം, ഇൻ കേരള ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഓഫ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് വാസ് മെയ്ഡ് ഇൻ ദ ഇയർ. കേരളത്തില് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ആദ്യമായി പരീക്ഷിച്ച വർഷം ഏതാണ്? ആ വർഷം 1970-71ലാണ്. അടുത്ത ചോദ്യം, ഇൻട്രൊഡക്ഷൻ ഓഫ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് വാസ് റെക്കമെൻഡഡ് ബൈ. അതായത് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് അവതരിപ്പിക്കാൻ ശുപാർശ ചെയ്തത് ആരാണ്? അതായത് അത് ശുപാർശ ചെയ്തത് ഭരണപരിഷ്കാര കമ്മീഷനാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ എന്നുകൂടി നമുക്ക് പറയാം. അടുത്ത ചോദ്യം, ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ വിച്ച് ഫസ്റ്റ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് വാസ് അഡോപ്റ്റഡ് ഇൻ കേരള. കേരളത്തില് ആദ്യമായിട്ട് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് നടപ്പിലാക്കിയ വകുപ്പ് ഏതാണ്? അത് PWD ആണ്, പൊതുമരാമത്ത് വകുപ്പാണ് കേരളത്തിൽ. അടുത്ത ചോദ്യം,
The Administrative Reforms Commission recommended the performance budgeting at the center. അതായത് കേന്ദ്രത്തിലെ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് അവതരിപ്പിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ശുപാർശ ചെയ്തത് എപ്പോഴാണ്? അത് 1968 ജനുവരിയിലാണ്. അടുത്ത ചോദ്യം, ഡാഷ് പ്രൊവൈഡ്സ് എ മീനിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ അർത്ഥവത്തായ രീതിയിൽ തരംതിരിക്കുന്നത് എന്താണ്? ആ തരംതിരിക്കലാണ് ശരിക്കും എന്ത്? പെർഫോമൻസ് ഓഡിറ്റ്, പെർഫോമൻസ് ബഡ്ജറ്റ് എന്ന് പറയും. പെർഫോമൻസ് ബഡ്ജറ്റിന്റെ പറ്റി കുറേ ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഇനിയും ആ പെർഫോമൻസ് ബഡ്ജറ്റിനെ പറ്റി പറയേണ്ടതുണ്ടോ? ഒരിക്കൽ കൂടി ഞാൻ പറയാം. സാധാരണ ബഡ്ജറ്റുകളിൽ പണം എന്തിനൊക്കെ വേണ്ടി ചെലവാക്കുന്നു, ഉദാഹരണത്തിന് ശമ്പളം, കെട്ടിട നിർമ്മാണം, സാധനങ്ങൾ വാങ്ങൽ എന്നതിനാണ് സാധാരണ ബഡ്ജറ്റിൽ മുൻഗണന നൽകുന്നത്. എന്നാൽ പെർഫോമൻസ് ബഡ്ജറ്റിൽ ആ തുക ചെലവാക്കുന്നത് വഴി എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പെർഫോമൻസ് എന്നതിനാണ് പ്രാധാന്യം. അപ്പം ഇതിൽ ഈ പെർഫോമൻസ് ബഡ്ജറ്റിൽ പല അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് എഫക്റ്റീവ്നെസ്സാണ്. അതായത് ചെലവാക്കുന്ന പണം ശരിയായ ഫലം നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. രണ്ട്, അക്കൗണ്ടബിലിറ്റിയാണ്. അതായത് ഓരോ വകുപ്പും തങ്ങൾക്ക് അനുവദിച്ച തുക കൊണ്ട് എന്തൊക്കെ ലക്ഷ്യങ്ങൾ കൈവരിച്ചെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി അവർ ബാധ്യസ്ഥരാണ്. അതാണ് അക്കൗണ്ടബിലിറ്റി. അതിനെ ഉത്തരവാദിത്വം നമുക്ക് പറയാം. മൂന്നാമത്തെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ട്രാൻസ്പെറൻസിയാണ്. അതായത് സുതാര്യത. ബജറ്റ് വിഹിതവും അതുവഴി ലഭിക്കേണ്ട നേട്ടങ്ങളും പൊതുജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഈ പെർഫോമൻസ് ബഡ്ജറ്റിന്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത്, ഈ സാമ്പത്തിക വർഷം അത് ആ പ്രവർത്തന രീതി തയ്യാറാക്കുമ്പോൾ, പെർഫോമൻസ് ബഡ്ജറ്റ് ശരിക്കും പ്രവർത്തന രീതി എന്ന് പറയുന്ന പെർഫോമൻസ് ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ പരിഗണിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്, അല്ലെ പരിഗണിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എന്ന് പറയുന്ന, ആദ്യം ഇതിനൊരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അത് ലക്ഷ്യങ്ങൾ. അപ്പോൾ ഈ സാമ്പത്തിക വർഷം എന്താണ് കൈവരിക്കേണ്ടത്? ഉദാഹരണത്തിന് 10 സ്കൂളുകൾ നിർമ്മിക്കുക, അതൊരു ലക്ഷ്യമാണ്. ഇനി പിന്നെയുള്ളത് ആക്ടിവിറ്റീസാണ്. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത്, അതാണ് അതിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ആവശ്യമായ തുകയാണ്, ഇൻപുട്സ്. ഇതിനായി എത്ര രൂപ വേണം. പിന്നെ നമ്മൾ പരിഗണിക്കുന്നത് നേട്ടങ്ങളാണ്, ഔട്ട്പുട്ട്സ്. ലക്ഷ്യമിട്ട കാര്യങ്ങൾ കൃത്യമായി നടപ്പിലായോ, എത്രത്തോളം ഗുണനിലവാരത്തോടെ നടന്നു, ഇതൊക്കെ നമ്മൾ പരിശോധിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ, ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ബഡ്ജറ്റ് എടുക്കാമെന്ന് വെച്ചോ. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ബഡ്ജറ്റ്. സാധാരണ ബഡ്ജറ്റ് രീതിയാണെങ്കിൽ എന്ത് വരും? സ്കൂൾ കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണി നടത്താൻ 50 ലക്ഷം രൂപ അനുവദിക്കുന്നു എന്ന് പറയും. സ്കൂൾ കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ 50 ലക്ഷം രൂപ അനുവദിക്കുന്നു. അതാണ് സാധാരണ ബഡ്ജറ്റിലെ ഒരു വാചകം, കേൾക്കങ്ങൾ. അപ്പോൾ അത് പെർഫോമൻസ് ബഡ്ജറ്റ് രീതിയിലേക്കാണ് അത് വരുന്നതെങ്കിൽ അതിൻ്റെ ഒരു വാചകം മാറുന്ന നിങ്ങൾ നോക്കിയോ. അതായത് 50 ലക്ഷം രൂപ ചെലവാക്കി 10 സ്കൂൾ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി അതുവഴി 500 വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠന സൗകര്യം ഒരുക്കുന്നു. നോക്കുക, എത്ര മാറ്റമാണ് സാധാരണ ബഡ്ജറ്റ് രീതിയും പെർഫോമൻസ് ബഡ്ജറ്റ് രീതിയും തമ്മിലുള്ള മാറ്റം. അതായത് സാധാരണയിൽ വെറുതെ പറയുന്നേ ഉള്ളൂ, സ്കൂൾ കെട്ടിടം അറ്റകുറ്റപ്പണി ബഡ്ജറ്റിൽ 50 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു. അത് പെർഫോമൻസ് ബഡ്ജറ്റ് രീതിയിലേക്ക് പറയുമ്പോൾ 50 ലക്ഷം രൂപ ചെലവാക്കി 10 സ്കൂൾ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി അതുവഴി 500 വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠന സൗകര്യം ഒരുക്കുന്നു എന്ന് കൃത്യമായി പറയുകയാണ്. അപ്പൊ ഇവിടെ പണത്തോടൊപ്പം തന്നെ അതിൻ്റെ കൃത്യമായ ലക്ഷ്യവും രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പെർഫോമൻസ് ബഡ്ജറ്റ് നടത്തിയത് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ് മെച്ചം? അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, ഈ ഭരണകൂടത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട്.
മറ്റൊന്ന്, പണം പാഴാകുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. പിന്നെ ഓരോ രൂപയ്ക്കും കൃത്യമായ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത് കൊണ്ട് ഉദ്യോഗസ്ഥര് കൃത്യതയോടെ, കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കും. അപ്പൊ ശരിക്കും ഈ പെർഫോമൻസ് പിന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഓറിയന്റഡ് സമീപനമാണ്. ഒരു ഔട്ട്പുട്ട് ഓറിയന്റഡ് സമീപനമാണ് ശരിക്കും പെർഫോമൻസ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ സമീപനം ആയതുകൊണ്ട് എന്താ, സർക്കാർ വകുപ്പുകളിൽ കാര്യക്ഷമത കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് പെർഫോമൻസ് ബഡ്ജറ്റിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ കഴിഞ്ഞ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്ലാസ്സുകളിലെ പ്രീവിയസ് ക്വസ്റ്റ്യനും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം അതിൽ ഡൗട്ടുള്ള കണ്ടന്റുകൾ ഈ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി. ആ ഡൗട്ട് ഉള്ള കണ്ടന്റുകൾ ഒരിക്കൽ കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.